വേദുവിനെല്ലാം പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും ചോറെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി ഇന്നലത്തെ കറി ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് ഉപ്പേരി പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. വേഗം ഉപ്പേരിയാക്കാനുള്ള തേങ്ങയും കൊത്തിപ്പറുക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിക്ക് വേണ്ടുന്ന ഉള്ളി തക്കാളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്കാണ് തേങ്ങ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ഞാൻ ഉപ്പേരിയുടെ ആ മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് തന്നെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പപ്പടം അതിൽ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കൊടുത്തയച്ച പപ്പടമാണ് കേട്ടോ. ഇവിടെയുള്ള പപ്പടം കുറച്ച് വലിയ പപ്പടമായിരിക്കും, അതും മസാല പപ്പടം എന്നാണ് അറിയപ്പെടുക. പിന്നെ ഞാൻ പപ്പടം എല്ലാം ആക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചെമ്മീൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഉപ്പേരിയുടെ പേര് പറയാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഇത് ഉണക്ക ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കാറുള്ളത്. ഇതുകൊണ്ട് ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ ഒരു ഉപ്പേരി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഇതും ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് കണ്ണൂർ വന്നതിന് ശേഷമാണ് കേട്ടോ. അവിടെ നിന്നാണ് ആദ്യമായിട്ട് കഴിക്കുന്നതും. അതിന് മുൻപ് ഇങ്ങനൊരു സംഭവം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉപ്പേരിയിലേക്ക് ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേവാൻ കുറച്ച് വെള്ളം ആവശ്യമാണ്. അടുപ്പ് നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം കിട്ടി അടച്ച് വെച്ചു കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.